ലോകത്തിലെ കോടീശ്വരന്മാരിൽ 80% പേരും സ്വയം സമ്പാദിച്ചുയർന്നവരാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരിൽ ഭൂരിഭാഗവും പാരമ്പര്യമായി കിട്ടിയ പണം കൊണ്ടല്ല, സ്വന്തമായി ഉണ്ടാക്കിയ സമ്പത്തുകൊണ്ടാണ് വിജയിച്ചത്. ഈ വിജയത്തിനു പിന്നിൽ വർഷങ്ങളായി അവർ മുടങ്ങാതെ ചെയ്യുന്ന ചില ശീലങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില ശീലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി ഞാനത് എന്റെ ജീവിതത്തിൽ പ്രയോഗിച്ചപ്പോൾ എന്റെ വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവാണ്, സമയമോ ഊർജ്ജമോ അനാവശ്യമായി പാഴാക്കുന്നില്ല. അപ്പോൾ ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങളുടെ ഭാവി. നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിച്ചു തരൂ, ഞാൻ നിങ്ങളുടെ ഭാവി പറഞ്ഞു തരാം. ഈ വാചകം വെറുതെ പറയുന്നതല്ല, ഇതിന് പിന്നിൽ തെളിവുകളുണ്ട്. ഒരു പഠനത്തിൽ കണ്ടെത്തിയത്, നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് അമിതവണ്ണമുള്ള ആളാണെങ്കിൽ അടുത്ത 2-4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കും വണ്ണം കൂടാൻ 45% സാധ്യതയുണ്ട്. അതിലും അതിശയകരമായ കാര്യമെന്തെന്നാൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് അമിതവണ്ണമുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്കും വണ്ണം കൂടാനുള്ള സാധ്യത 20% കൂടുതലാണ്. നിങ്ങൾ ആ സുഹൃത്തിനെ പരിചയമില്ലെങ്കിൽ പോലും അത് നിങ്ങളെ സ്വാധീനിക്കും. ഈ ഫലം പുകവലിയുടെ കാര്യത്തിലും സന്തോഷത്തിൻ്റെ കാര്യത്തിലും ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ സുഹൃത്ത് അമിതവണ്ണമുള്ള ആളായിരിക്കുമ്പോൾ ഒരു ശരാശരി ശരീരം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പതിയെ മാറും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആരുമായിട്ടാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ നെറ്റ്വർക്കിനെക്കുറിച്ചും നിങ്ങൾ ബോധവാനായിരിക്കണം. രണ്ടാമത്തേത്, കംഫർട്ട് സോണിന് പുറത്തേക്ക് വരിക. 6 മാസം മുൻപ് ഞാൻ ഓൺലൈനിൽ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ യാത്രയുടെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ ബിസിനസ് പ്ലാൻ വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്തിന് കാണിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് കേട്ടതായും അവൻ ചിരിച്ചു തള്ളിക്കളഞ്ഞു. അവൻ്റെ മറുപടി ഇതായിരുന്നു, ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഇതിപ്പോൾ മാർക്കറ്റിൽ വേറെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതിൽ എനിക്ക് വിജയിക്കാൻ പാടായിരിക്കും. ആ ഒരു ദിവസം എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ സ്വയം ചോദിച്ചു, ഇതങ്ങോട്ട് നിർത്തണോ അതോ മുന്നോട്ട് പോരാടണോ? പക്ഷെ ഞാൻ അവിടെ വെച്ച് നിർത്തിയില്ല. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് എൻ്റെ ആ ബിസിനസ് വിജയകരമായത്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ, അസ്വസ്ഥമാക്കുന്ന നിമിഷങ്ങളെ, നാണക്കേടിനെ എല്ലാം നേരിട്ടേ മതിയാവൂ. നിങ്ങൾ ഏതായാലും വിധിക്കപ്പെടും. ആ ഒരു സമയത്ത് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് പൂർണ്ണമായും മറ്റൊന്നാകുമായിരുന്നു. കംഫർട്ട് സോണിൽ ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. മൂന്നാമത്തേത്, ഫോമോയിൽ വീഴരുത്. ഇതിന് നല്ല വിൽ പവറും ഡിസിപ്ലിനും ആവശ്യമാണ്. പക്ഷെ നിങ്ങളിത് പ്രയോഗിച്ചാൽ വലിയ ഫലം കിട്ടും. നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും യാത്രകൾ പോകുന്നത്, പുതിയ കാർ വാങ്ങുന്നത്, അടിച്ചുപൊളിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്കെന്തോ നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. ഇതാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്നാൽ ഈ ചെറിയ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ ഒരു കാര്യം സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് നേടാൻ കഴിയുന്ന വലിയ കാര്യങ്ങളെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ പാഴാക്കുന്നത്. നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ ഒരു വാചകം ശ്രദ്ധിക്കുക. എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം ആഗ്രഹമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെറിയ ഫലങ്ങൾ മാത്രമേ തരൂ, എന്നാൽ ശക്തമായ ആഗ്രഹങ്ങൾ മാത്രമേ ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് വഴിയൊരുക്കൂ. നാലാമത്തേത്, മില്യനെയർ പിരമിഡ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു വാതിൽ തുറക്കാതെ വരുമ്പോൾ പിരമിഡ് പേഴ്സ്പെക്റ്റീവിനെക്കുറിച്ച് ഓർക്കുക. നിങ്ങൾ മുകളിലേക്ക് കയറുന്തോറും പിരമിഡ് ചെറുതായി വരുന്നു. അതായത് മുകളിലെത്താൻ ആളുകൾ കുറവായിരിക്കും. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മിക്കവരും പിന്മാറും. മുകളിലേക്ക് പോകുന്തോറും മത്സരം കുറഞ്ഞുവരും, വെല്ലുവിളികൾ കഠിനമാകും. പക്ഷെ അവിടെ നിങ്ങളെ മറികടക്കാൻ ആളുകളില്ല. അതുകൊണ്ട് പ്രതിഫലവും വലുതായിരിക്കും. പരാജയം വളർച്ചയുടെ ഭാഗമാണ്. നിങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വളരുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷെ പരാജയപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാര്യങ്ങൾ കഠിനമാകുമ്പോൾ ഞാനിപ്പോൾ ശരിയായ പാതയിലാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അഞ്ചാമത്തേത്, പ്രശ്നങ്ങളിലല്ല പരിഹാരങ്ങളിൽ ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയൊരു ശീലമാണ്. വിജയിച്ച ആളുകളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, അവർക്കെല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് പരിഹരിക്കാൻ സാധിക്കുമെന്നവർ വിശ്വസിക്കുന്നു. അവർ സ്വയം ചോദിക്കും, ഈ പ്രശ്നം എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? എന്നാൽ മറ്റുള്ളവരോ, എന്ത് ചെയ്താലും കാര്യമില്ല, അതൊരിക്കലും വർക്കാകില്ല എന്ന് പറയാൻ അവർക്ക് 100 കാരണങ്ങളുണ്ടാകും. നിങ്ങളൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അടുത്ത പ്രശ്നങ്ങളിലേക്കും കടന്ന് നിങ്ങളെ തളർത്തിക്കളയും.
അതുകൊണ്ട് ഇത് നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന നെഗറ്റീവ് ചിന്ത മാറ്റി ഇതിൻ്റെ പരിഹാരം എന്താണ് എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. കാരണം എല്ലാ പ്രശ്നത്തിനും ഒരു വഴി കണ്ടെത്താൻ സാധിക്കും. 6-ാമത്തേത്, ഒരു തിങ്ക് ഡേ സെറ്റ് ചെയ്യുക. ഇത് ഞാൻ അടുത്ത കാലത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതെൻ്റെ മാനസിക തടസ്സങ്ങളെ മറികടക്കാൻ സഹായിച്ചു. 80കളിൽ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് വർഷാവർഷം തിങ്ക് വീക്ക് എന്നൊരു ശീലം തുടങ്ങിയിരുന്നു. എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്ത് ലോകവുമായി ബന്ധമില്ലാത്തൊരിടത്ത് ഒരാഴ്ച മുഴുവൻ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഞാൻ ഒരാഴ്ച മുഴുവൻ എടുക്കുന്നില്ല, പക്ഷെ മാസത്തിൽ ഒരിക്കലെങ്കിലും തിങ്ക് ഡേ എടുക്കാറുണ്ട്. ഞാൻ എല്ലാ ജോലികളിൽ നിന്നും ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും മാറി നിൽക്കും. ഒരു ദിവസം മുഴുവൻ വായിക്കുക, ഡയറി എഴുതുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ചിന്തിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ചിത്രം കാണാനും നിങ്ങൾ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് വിലയിരുത്താനും അവസരം കൊടുക്കുകയാണ്. ഈ ശീലങ്ങളാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയത്. 1 വർഷം മുൻപുള്ള എൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാനിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. അതിനുള്ള കാരണം ഈ വീഡിയോയിൽ പറഞ്ഞ ശീലങ്ങൾ തന്നെയാണ്. കണ്ടതിന് നന്ദി. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.